ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ചുരക്കാത്തോരൻ നോക്കാം. അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ, 1 മീഡിയം സവാള, ഒരു 10 വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 2 വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും എടുക്കാം. ഇനി നമുക്ക് സവാള ഒന്നരിഞ്ഞ് പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചുരക്കയുടെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇതേ പരുവത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. നമുക്ക് ചുരക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇളക്കിയ ശേഷം നമുക്കൊരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായി ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചുരക്കാത്തോരന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും കുഴയാതെ നല്ല ഒന്നൊന്നായിട്ട് എടുക്കാവുന്ന ഒരു തോരനാണ്. നമുക്കത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.